അപ്പോൾ പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും മാക്സിമം വില കുറച്ച ആൾക്കാർക്ക് വണ്ടി കൊടുക്കാം. പിന്നെ ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മള് വലിയ വില ചോദിച്ചിട്ടില്ല, ന്യായമായിട്ട് നമുക്ക് എന്തായാലും ചെയ്തു കൊടുക്കാം. ഈ പറയുന്ന ഓഫറുകളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ളതാണ്. 1000 കൊടുക്കാം. 3,90,000 ഓഫർ പ്രൈസിലിട്ടേക്കാണ്. പെട്രോൾ മാനുവൽ വണ്ടി അല്ലേ? എവിടെയും കിട്ടൂല. വെല്ലുവിളിയാണോ? അതെ, എവിടെയും കിട്ടൂല. 8 മോഡൽ കൂടിയ വണ്ടി വേണോന്നുള്ളവർക്ക് പറ്റിയ വണ്ടിയാ. 4 വീലാണ്. 4 വീല് മാനുവല്. 17 സിംഗിൾ ഓണർ വണ്ടി, 70,000 കിലോമീറ്റർ. ഡീസലാണ്. ഡീസൽ Elite i20 അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഡീസൽ Elite കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ. ബെൻസ് ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ. അതിലൊന്നും വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല. തരുന്ന ഉറപ്പുകളിൽ ഒന്നാണ് കിലോമീറ്റർ മറിക്കില്ല, പിന്നെ ഫ്ലഡ് വണ്ടി ഉണ്ടാവില്ല, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കാറക്സിൽ എത്തിയിരിക്കുകയാണ്. പ്രത്യേകം എന്ന് വെച്ചാൽ കാറക്സിന്റെ പുതിയ ഷോറൂമിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാറക്സിന് 2 ഷോറൂം ഉണ്ട്. എറണാകുളം ജില്ലയിൽ 2 ഷോറൂം ഉണ്ട്. അപ്പോൾ കാറക്സിന്റെ എല്ലാമായ രഞ്ജു നമ്മുടെ കൂടെ ഉണ്ട്. പുതിയ ഷോറൂം തുടങ്ങിയിട്ട് ഏകദേശം 2-3 ദിവസമായിട്ടുള്ളൂ. 2 എറണാകുളം ജില്ലയിലാണ്. ഒരു ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കങ്ങരപ്പടി. ഈ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ പോകുന്ന റൂട്ടിൽ ചാലക്കൽ. അതായത് നമ്മുടെ അൽസാജ് കഴിഞ്ഞ് കുറച്ചും കൂടി വരുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും. കാറക്സ് എന്നുള്ള വലിയ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും മാക്സിമം വില കുറച്ച ആൾക്കാർക്ക് വണ്ടി കൊടുക്കാം അല്ലെ? അപ്പോ പുതിയ ഇന്നോഗ്രേഷന്റെ ഭാഗമായി വന്നൊരു പരിപാടിയാണ്. അപ്പൊ എന്താ പറയാ വന്നത്, എല്ലാം പോയി. നമ്മുടെ ഓണത്തിന്റെ ഒക്കെ എന്തെങ്കിലും ബാക്കി പത്രങ്ങളായ ഓഫറുകളൊക്കെ ഉണ്ടാവും. ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പുതിയ ഷോറൂം അല്ലേ? അപ്പൊ 2 ഷോറൂം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇല്ലാത്ത വണ്ടികൾ അവിടെ ഉണ്ടാവും, അവിടെ ഇല്ലാത്ത വണ്ടികൾ ഇവിടെ ഉണ്ടാവും. അപ്പോ ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ ഒപ്പിച്ചു തരാൻ കഴിവുള്ള വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാം. നമുക്ക് ഡെലിവറി ഓപ്ഷൻ ഒക്കെ ഉണ്ടോ ഇപ്പോ? നമുക്ക് ഇവിടെ ഡെലിവറിയും കാര്യങ്ങളും നല്ല രീതിക്ക് നമുക്ക് ഡെലിവറി ഒക്കെ കൊടുക്കാൻ പറ്റും. അതിനുള്ള സെറ്റപ്പ് ഒക്കെ നമ്മളിപ്പോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ടോ? ഓ, അതാണ് ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്യാം. നമുക്ക് അതിനുവേണ്ടി വേറെ സ്റ്റാഫ് ഉണ്ട്, നമുക്ക് എത്തിച്ചു കൊടുക്കാം. വണ്ടികൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാം. ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് അവരുടെ വീട്ടിൽ വണ്ടി നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ എത്തിച്ചു കൊടുക്കും. അതിന് വേറെ ചെലവോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഫ്രീ ആയിട്ട് എത്തിച്ചേരും. പക്ഷെ വണ്ടി നിങ്ങൾ വന്ന് കണ്ട് നോക്കണം. അതെ, കാണണം. അതാണ് നല്ലത്. പിന്നെ ഓൾ കേരള ഫിനാൻസ് ഉണ്ടോ? ഫിനാൻസ് ഉണ്ട്. ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങളെ പറയാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഒരു മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. ഇത് 2019 മോഡല്. 2019 മോഡല് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 57,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? വണ്ടി വേറെ ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് വന്നിട്ട് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 425, 4,00,000 4,15 ലക്ഷം. ഓക്കെ, അപ്പോ ലാസ്റ്റ് പ്രൈസ് ആണോ അത്? ഇല്ല, വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭേദപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഫിനാൻസ് കയറുമല്ലോ വണ്ടിക്ക്? ഫിനാൻസ് കയറും. ഏകദേശം 4 ലക്ഷം രൂപ ഫിനാൻസ് കയറുന്ന വണ്ടി. അപ്പൊ ഒരു 25 രൂപ ഒക്കെ അല്ലെ? കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 25 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ലോ കിലോമീറ്റർ വണ്ടിയാണ് കിടക്കുന്നത്. മാനുവൽ വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ ആണല്ലേ? അതെ, സ്റ്റോക്ക് കണ്ടീഷൻ. വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ നടക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പൊ അടുത്ത വരുന്ന ഒരു i20 അല്ലേ? ഏതാ മോഡല്? 2013 മോഡല്. 2013 ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടി ഫ്ലൂയിഡിക് ഷേപ്പ്. 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയേക്കണത് കേട്ടോ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ സ്പോർട്സ് ആണ് വരുന്നത്. അതെ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർ ആണ്. ആ ഒരു കുറവുള്ള വണ്ടിക്ക്. വണ്ടി ബാക്കിയെല്ലാം പക്ക കണ്ടീഷൻ ആണല്ലേ? പക്ക സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ വില വന്നിട്ട് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയാണ് പറയുന്നത്. ഡീസൽ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. കിടിലൻ കണ്ടീഷൻ വണ്ടി. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒരു പോളോ കിടപ്പുണ്ടല്ലേ? അതും 2013 ആണ്. 2013 ഹൈലൈൻ ആണ് വരുന്നത്. ഡീസൽ. ഓക്കെ, ഡീസൽ TDI ആണ് വരുന്നത്. എത്ര ഓടിയുണ്ട് ഇത്? വന്നിട്ട് 78,000 കിലോമീറ്റർ. 78,000 ഓടി. ഓണർഷിപ്പ് ഇപ്പൊ തേർഡ് ഓണർഷിപ്പ് ആയല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫുൾ കമ്പനി സർവീസ് ആട്ടോ വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഉള്ളില് ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? എക്സ്ട്രാ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വില എത്രയാ? വില വന്നിട്ട് 3,50,000. ഓക്കെ, ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ? നമ്മുടെ രണ്ട് വണ്ടിക്കും ഫിനാൻസ് കിട്ടുന്നതായിരിക്കും. 3 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാമല്ലോ. പിന്നെന്താ. ഓക്കെ, അപ്പോൾ നേരെ ഇനി ആ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ബലേനോ കിടപ്പുണ്ട്, മാരുതി സുസുക്കിയുടെ. ഇത് ഏതാ മോഡല്?
ഇത് 2016. ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക്. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അതെ. ഏതാ വേരിയന്റ്? ഇത് വന്നിട്ട് ഡെൽറ്റ തന്നെ. ഡെൽറ്റ വേരിയന്റ് 2016. 16. ഓക്കെ. 2016 വണ്ടി. ഇത് വന്നിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കാ വണ്ടി വന്നിട്ട് 75,000 കിലോമീറ്റേഴ്സ് ആണ് ഓടിയേക്കുന്നത്. ഇതും വേറെ ആക്സിഡന്റ്സ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ വില ഇത് വന്നിട്ട് നമുക്കൊരു 4,90,000 രൂപ കൊടുക്കാം. 5,000 രൂപ മാർക്കറ്റ് ഉള്ള വണ്ടി കേട്ടോ. അപ്പൊ നമ്മള് ഇതും പറയുന്ന വിലയല്ലേ? എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മള് വലിയ വില ചോദിച്ചിട്ടില്ല. ന്യായമായിട്ട് നമുക്ക് എന്തായാലും ചെയ്തു കൊടുക്കാം. ഈ പറയുന്ന ഓഫറുകളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ളതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് വന്ന് ഇവിടെ കാണിക്കണം അല്ലേ? അതെ. അപ്പോഴാണ് നിങ്ങൾക്ക് ഓഫർ കിട്ടുള്ളൂ. ഇതിനും ഫിനാൻസ് വീഴുമല്ലോ? ഫിനാൻസ് വീഴും. ഏകദേശം നമുക്ക് 5 ലക്ഷം രൂപ 10,000 രൂപ അങ്ങോട്ട് വേണമെങ്കിൽ കൊടുക്കാം. 10,000 രൂപ അങ്ങോട്ട് കയറാം. 0 ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇതേ കിടക്കുന്ന ഒരു ഫോൾക്സ്വാഗൺ. ഇത് 2012 ന്യൂ ഷേപ്പ് ഗ്രില്ല് ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണ വണ്ടി. ഓക്കെ. നല്ല പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെയിന്റ് ടച്ചിങ് ഒക്കെ കഴിഞ്ഞ എല്ലാം ചെയ്തിട്ടേക്കണ വണ്ടിയാ. അതെ. 12 വേരിയന്റ് ട്രെൻഡ് ലൈൻ ആണ്. നമുക്ക് അലോയ് വീൽസ് ഒക്കെ ഹൈലൈൻഡ് അവർ ഇട്ടിട്ടുണ്ട് കസ്റ്റമർ തന്നെ. ഇത് പെട്രോളോ ഡീസലോ? ഇത് ഡീസൽ TDI. അതെ. അപ്പൊ എത്ര ഓടിയുണ്ട്? ഇത് വന്നിട്ട് 1 lakh ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് 2,50,000 രൂപ ആസ്കിംഗ് പ്രൈസ്. 250. 250 മാക്സിമം 2012 ആകുമ്പോൾ ഫിനാൻസ് കയറോ? 12 നമുക്ക് ഫിനാൻസിന് ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ഫിനാൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 150 ഒരു 2 lakhന്റെ താഴെ ഫിനാൻസ് കിട്ടുള്ളൂ. മാക്സിമം റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ എടുക്കാം. നമുക്ക് 2013 മുകളിലേക്കാണ് നമുക്ക് മാക്സിമം അതായത് ഒരു 3 വർഷം മുതൽ 5 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. 2012 ആകുമ്പോൾ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് നമ്മൾ ഈ പ്രാവശ്യം ഇപ്പൊ ഷോറൂം തുടങ്ങിയോണ്ട് ഓഫർ പ്രൈസിന് ഇട്ടേക്കുന്ന ഒരു വണ്ടിയാണ് ഇത്. 21 മോഡൽ വണ്ടി. 2021 മോഡല് 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇത് വരുമ്പോഴേക്ക് ഏകദേശം 6 ലക്ഷം രൂപ മാർക്കറ്റ് റേറ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പെട്രോൾ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് മേളിൽ വരും. നമുക്കിതൊരു 3,90,000 രൂപ കൊടുക്കാം. 3,90,000 രൂപ ഓഫർ പ്രൈസിൽ ഇട്ടേക്കാണ്. പെട്രോൾ മാനുവൽ വണ്ടി അല്ലേ? എവിടെയും കിട്ടൂല. വെല്ലുവിളിയാണോ? അതെ. എവിടെയും കിട്ടൂല. അങ്ങനെ വെല്ലുവിളിക്കുകയാണ് രഞ്ജു ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കൂടി. എവിടെയും കിട്ടൂല. കിട്ടുമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോ, നമുക്ക് തന്നെ പോയി എടുക്കാമല്ലോ. അതെ. പിന്നെന്താ, നമ്മൾ പർച്ചേസ് ചെയ്ത് വിൽക്കാം. അപ്പോ ടയേഴ്സ് ആണെങ്കിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്ന ടയേഴ്സ് ആണ്. അപ്പൊ പുതിയ കട്ടയുള്ള ടയർ തന്നെയാണ്. ടയർ കണ്ടീഷൻ ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ് ആകെ മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് പറയണല്ലോ നമ്മൾ. അതെ, തീർച്ചയായിട്ടും. വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ചെയ്യേണ്ടത്. അത് കമ്പനിയിലാണോ ചെയ്തേക്കുന്നത്? അത് പുറത്തായതേക്കണം. എന്നാലും നമ്മളത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതിനും ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടും. ഇതിന് നമുക്ക് 5 lakh വരെ ഫിനാൻസ് കയറുന്ന വണ്ടിയാ. 5 lakh വരെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഇത് ഗോ പ്ലസ് ഇത് വരുമ്പോഴേക്കും 2016 വണ്ടി. 16 വണ്ടി 60,000 കിലോമീറ്റർ. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. 60,000 കിലോമീറ്റർ. ഓണർഷിപ്പ് നടക്കുന്നത്? ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് വന്നിട്ട് ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 7 പേർക്ക് ഇരിക്കാൻ തോന്നുന്നു. 7 പേര്. ബാക്കില് 2 കൊച്ചുങ്ങൾ ഉൾപ്പെടെ 7 പേര്. 7 സീറ്റ് എന്ന് പറയപ്പെടുമെങ്കിലും 5 പേർക്കാണ് കംഫർട്ട്. അപ്പൊ വില വന്നിട്ട് 2,25,000. 2.25 ലക്ഷം രൂപയാണ് പറയുന്നത്. ഇതിന് ഡാറ്റ്സൺ ആണ്ട് ഫിനാൻസ് കിട്ടാൻ സാധ്യതയില്ല. ഫിനാൻസ് കിട്ടും. ഡിസ്കണ്ടിന്യൂഡ് മോഡലാണ്. ചില സ്ഥലങ്ങളിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനാൻസ് അത്യാവശ്യം ട്രാക്കുള്ളവരാണെങ്കിൽ കൊടുക്കാം. നമുക്ക് ഫിനാൻസ് അല്ലേ? ഈ ട്രാക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു 700 സിവിൽ സ്കോർ മതിയായിരിക്കും. 700 മതി. 700 ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സിവിൽ സ്കോറും പിന്നെ പെൻഡിങ് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. അങ്ങനെ നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണ് ഈ പറയുന്ന മാക്സിമം ഫിനാൻസ് കയറുള്ളൂ. പിന്നെ ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ആധാർ, പാൻ കാർഡ്, കരോടച്ച റെസീപ്റ്റ്. ഇതെന്തായാലും വേണ്ട സാധനമാണ്. കരോടച്ച റെസീപ്റ്റ് നമുക്ക് വേണ്ട. പിന്നെ ഒരു ഗ്യാരണ്ടർ. ആധാറും പാൻ കാർഡും മാത്രം മതി. വാടക വീടുള്ളവർക്ക് നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അവരുടെ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കൊടുത്തു നോക്കാം. ഗ്യാരണ്ടറിന്റെ ഒരു ലാൻഡ് ആക്ടിവിറ്റി ആയാലും മതി. നല്ല കസ്റ്റമർ എന്ന് പറയുന്നത് ഈ പ്രൊഫൈൽ ഒക്കെ ആണോ? അതെ. സ്വഭാവം കൊണ്ട് നല്ലതാണ്. അവളെ എല്ലാ വീട്ടിലും പറയുന്നതാണ്, തമാശയായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ അടുത്തത് എത്തിയോസ് സെഡാൻ അല്ലത്? ഇത് 70,000 കിലോമീറ്റർ ഓടിയ 2011 എത്തിയോസ്.
ഡീസലോ പെട്രോളോ? പെട്രോൾ വണ്ടി, ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ആകെ 70,000 ഓടിയിട്ടുള്ളൂ. ആകെ 70,000 ഓടിയിട്ടുള്ളൂ. 2011 വണ്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് 70,000 എന്ന് പറയുമ്പോൾ ഭയങ്കര സംശയം വരും. അതെ അതെ, അതുകൊണ്ട് നമുക്ക് ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി നോക്കിയിട്ട് വണ്ടി എടുത്താൽ മതി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത, റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല. ഓണർഷിപ്പ് നടക്കുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പൊ ഈ രണ്ടുപേരും അധികം ഓടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെ അതെ അതെ. ടയർ കണ്ടീഷൻ ഉണ്ട്, അത്യാവശ്യം ടയർ ഉണ്ട്. അതെ അതെ. അപ്പൊ നമ്മുടെ വില ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാ. ഇത് വരുമ്പോഴേക്കും നമുക്കൊരു 220 ആസ്കിങ് എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെ ഉണ്ടാകും. അപ്പോ ഇതിന് ഫിനാൻസ് കിട്ടുമോ? ഇത് 2011 ആയതുകൊണ്ട് നമുക്ക് റെഡി ക്യാഷ് കിട്ടേണ്ടി വരും. റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വേറെ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. ടയർ പുത്തനാണല്ലേ? അതെ, ടയർ നല്ല പുത്തൻ ടയർ. ബോഡി ലൈൻസ് ആണെങ്കിലും ഓക്കെയാണ്, പുത്തൻ ടയർ കിടപ്പുണ്ട്. അപ്പോൾ ചേടാൻ വേണ്ടവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഫ്രീ സ്റ്റൈൽ ഫോർഡിന്റെ 2019 വണ്ടി, സിംഗിൾ ഓണർ, ഡീസൽ മാനുവൽ. ഓക്കെ, എത്ര ഓടി ഉണ്ട്? ഇത് വന്നിട്ട് 90,000 കിലോമീറ്റർ. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നു. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. അപ്പൊ എത്രയാണ് നമ്മുടെ വില? നമുക്കൊരു 4,90,000 നമ്മൾ ആസ്കിങ്, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. 4 ലക്ഷം രൂപ വരെ നമുക്ക് മാക്സിമം നല്ല കസ്റ്റമേഴ്സിന് ഫിനാൻസ് ഇടാം. ഫിനാൻസ് കയറുന്ന ഈ ഫോർഡിന്റെ വണ്ടികൾക്ക് പലർക്കും സംശയമുണ്ട്, സർവീസ് കിട്ടുമോ, അത് കിട്ടുമോ, ഇത് കിട്ടും. അങ്ങനെയൊന്നുമില്ല, സർവീസ് ഒക്കെ കിട്ടും. ഒരു കുഴപ്പമില്ല, പാർട്സ് കിട്ടും, സർവീസ് കിട്ടും, പാർട്സ് എല്ലാ കാര്യങ്ങൾക്കും അവൈലബിൾ ആണ്. വണ്ടി പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത വീണ്ടും ഫോർഡിന്റെ ഫിഗോ. ഇത് 2015-16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, അത് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 1,10,000 കിലോമീറ്റേഴ്സ് ആണ് ഓടിയേക്കണത്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ വണ്ടിയാ. പെട്രോൾ മാനുവൽ. 15-16 ഒരു മോഡല്, ബഡ്ജറ്റ് കുറഞ്ഞിട്ട് മോഡൽ കൂടിയ വണ്ടി വേണമെന്നുള്ളവർക്ക് പറ്റിയ വണ്ടിയാ. കാരണം 16 മോഡൽ വണ്ടി വേറെ ഏത് എടുത്താലും ഒരു 3 ലക്ഷം രൂപ, 2.25 ലക്ഷം രൂപ ആ ബഡ്ജറ്റിലേക്ക് എന്തായാലും പോകും. ഇത് നമുക്കൊരു 1.25 ലക്ഷം രൂപ കൊടുക്കാം. 1.25 ലക്ഷം രൂപയ്ക്ക്. ഇത് ചെറിയ വണ്ടിയൊന്നും അല്ല, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല സൗകര്യമുള്ള വണ്ടി. 16 വണ്ടി ആ വിലക്ക് വേറെ വണ്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടൂല. അതും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഇതിനും ഫിനാൻസ് കയറുമല്ലോ? ഇതിനും ഫിനാൻസ് കയറും. ഇതിന് 1.5 ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറുന്നതാണ്. അടുത്തത് ഇതൊരു റീവണ്ടിയാണല്ലേ? ഇത് നമുക്ക് റീകെയിലാക്കിയ വണ്ടി. ഇന്നോവ 2012 മോഡലാണ്. 12 ലാസ്റ്റ് മോഡൽ വണ്ടി. G4 ആണ് വണ്ടി വന്നിട്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. എത്ര ഓടിണ്ട് വണ്ടി? വന്നിട്ട് 2,30,000 കിലോമീറ്റർ ഓടിയിട്ട്. അത് ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. 230 ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ്. നമുക്ക് ഹിസ്റ്ററി നമുക്ക് ഷോറൂമിൽ നിന്ന് എടുക്കാം, അവൈലബിൾ ആണല്ലേ? ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെന്റ് ഒന്നും എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ വണ്ടികൾക്ക് മിക്കത് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടാവും. അത് നമ്മൾ എന്തായാലും എടുത്ത് പറയണം. ഇതിന്റെ ഫ്രണ്ട് ബോണറ്റും റീപ്ലേസ് ഉണ്ട്, ഗ്ലാസും ബോണറ്റും മാത്രം. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും മെക്കാനിക്കൽ സൈഡെല്ലാം ഓക്കെ? എല്ലാം പക്കയാണ്. ബാക്കി AC, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വർക്കിംഗ്, ബാക്കിയൊക്കെ ഓക്കെ. 7 സീറ്റ് വണ്ടി. 7 സീറ്റർ ആണ്. നടുക്ക് ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത്. അപ്പൊ റേറ്റ് എങ്ങനെ നമ്മുടെ? നമുക്കിതൊരു 4,75,000 രൂപ. 4.25 നെഗോഷ്യബിൾ ആയിരിക്കും. KL ആക്കിയോണ്ട് ഫിനാൻസ് കിട്ടുമല്ലോ. 12 വണ്ടി ആണെങ്കിലും ടൊയോട്ടക്കൊക്കെ ഫിനാൻസ് നമുക്ക് ഇടാം. എത്ര വർഷം ചെയ്യാൻ പറ്റും? 2 വർഷത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഒരു അതർ രജിസ്ട്രേഷൻ വണ്ടിയാണ്, HR വണ്ടിയാണ്. ഇത് വന്നിട്ട് 2011-12 രജിസ്ട്രേഷൻ, ഹരിയാന വണ്ടി. 4 വീലാണ്? 4 വീല് മാനുവൽ ആണ്. ഹരിയാന വണ്ടിയാണ്. എത്ര ഓടി ഉണ്ടാവും? ഇത് വന്നിട്ട് 1,70,000 കമ്പനി സർവീസ് ഹിസ്റ്ററി എടുത്ത് നമ്മൾ കൊടുക്കും. ജെനുവിൻ കിലോമീറ്റർ. ഇതിന് റീപ്ലേസ്മെന്റ് വിൻഷീൽഡ് മാറ്റിയിട്ടുണ്ടോ? ഇതിന്റെ വിൻഷീൽഡ് മാത്രം മാറ്റിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും മാറ്റിയിട്ടില്ല, വിൻഷീൽഡ് മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അധികം അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും പെയിന്റ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, ഒന്നുമില്ല. അപ്പൊ നമ്മൾ എത്ര വില പറയുന്നത്? ഇത് വന്നിട്ട് 6,90,000 രൂപ. 6,90,000. ഓക്കെ, 6,90,000. ഇതിപ്പോ HR ആയതുകൊണ്ട് ഫിനാൻസ് കയറുമോ? HR ആയതുകൊണ്ട് ഫിനാൻസ് കയറൂല, നമുക്ക് KL ആക്കിയിട്ട് ഇടേണ്ടി വരും. അപ്പോൾ 6,90,000 എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട് വരും, വന്ന് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. അടുത്തൊരു സെലേറിയോ? 2017 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, 17 സിംഗിൾ ഓണർ വണ്ടി, 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. ഏതാ വേരിയന്റ്? ഏതായത്? ഇത് വന്നിട്ട് VXI. ഓക്കെ, മാനുവൽ അല്ലേ? VXI മാനുവൽ ആണ്. അപ്പോൾ ഓണർഷിപ്പ് പറഞ്ഞില്ലേ നമ്മൾ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല.
അപ്പോൾ നമ്മുടെ വില നമ്മള് 3,45,000 രൂപ ആസ്കിങ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 3,45,000 നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. മാക്സിമം ഫിനാൻസ് കയറുന്നതായിരിക്കും. പിന്നെ ഡീസലാണ്, ഡീസൽ എലൈറ്റ് i20 അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഡീസൽ എലൈറ്റ്. മോഡൽ ഏതാ? ഇതിപ്പോ വന്നിട്ട് 2014-15 രജിസ്ട്രേഷൻ. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ഓടി ഉണ്ടാവും വണ്ടി? കിലോമീറ്റർ 1,40,000 ഓടിയിട്ടുണ്ട് അല്ലേ? എന്നാലും ഫുൾ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. ടൈമിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി മാറിയേക്കണ വണ്ടിയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, അതൊക്കെ ഓൾറെഡി റീപ്ലേസ് ചെയ്തേക്കണാണ്. അപ്പൊ ആ ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ നമ്മുടെ വില എത്രയാണ്? 4 ലക്ഷം രൂപ. ഡീസൽ എലൈറ്റ് i20 4 ലക്ഷം രൂപ. ഗ്ലാസ് പ്രൈസ് ആണോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാം. ഇതൊന്നും റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ. അടുത്തൊരു മേഴ്സിക്കുട്ടിയാണല്ലോ. ഏതാണ് ഇത്? സി ക്ലാസ് 2013 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 220 2013 വണ്ടി. 13 പുറം വണ്ടിയാണോ? അതെ HR രജിസ്ട്രേഷൻ വണ്ടി. NOC-ലാണ് ഇപ്പൊ നമ്മൾക്ക് നിക്കണേ. എത്ര ഓടിയുണ്ട് വണ്ടി? 70,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. ബെൻസ് ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ. അതിലൊന്നും വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല, ചെയ്യാൻ പറ്റൂല, നമ്മളങ്ങനെ ചെയ്യത്തൂല. നമ്മുടെ ഇവിടുത്തെ കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ നമുക്ക് ജെന്യൂൻ ആയിട്ട് കൊടുക്കാം. നമ്മള് കിലോമീറ്റർ മറിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അത് ജെന്യൂൻ ആയിരിക്കും കേട്ടോ. ഇവിടുന്ന് തരുന്ന ഉറപ്പുകളിൽ ഒന്നാണ് കിലോമീറ്റർ മറിക്കില്ല, പിന്നെ ഫ്ലഡ് വണ്ടി ഉണ്ടാവില്ല, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ഉള്ളത് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടാണ്. റീപ്ലേസ് ഉള്ളത് നമ്മൾ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് പറയും. അത് വില്ലിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം എടുത്താൽ മതി. കാരണം അത് ചെറിയ റീപ്ലേസ് ഉള്ളെങ്കിൽ നമ്മൾ അത്രയും വില താഴ്ത്തിയാണ് അവർക്ക് കൊടുക്കണത്. അപ്പോൾ പിന്നെ ടയറൊക്കെ മോശമാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്താൽ തരുള്ളൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ 70,000 കിലോമീറ്റർ ഈ വണ്ടി എത്ര ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? ഓണർഷിപ്പ് വന്നിട്ട് ഇത് തേർഡ് ഓണർഷിപ്പാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വില എത്ര? ഇത് വന്നിട്ട് നമുക്കൊരു 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അതർ രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് NOC-ല് 6 ലക്ഷം രൂപ. ഫിനാൻസ് വീഴാൻ സാധ്യതയില്ലല്ലോ? ഫിനാൻസ് വീഴാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ വണ്ടിയാണ് വരാനുള്ളത്? ഇനി നമുക്ക് 50,000 കിലോമീറ്റർ ഒരു ഹോണ്ട സിറ്റി 2015 വരാനുണ്ട്. ഡീസലാണോ? പെട്രോൾ വണ്ടി. ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവലാണോ? പെട്രോൾ മാനുവൽ. പിന്നെ 2017 വെൻഡോ പെട്രോൾ വരാനുണ്ട്. പിന്നെ i20 2013 വരാനുണ്ട്. ഇത്രയും വണ്ടികൾ ഇപ്പൊ സ്റ്റോക്ക് ഇത് ഇവിടെ കയറാനുള്ള വണ്ടികളാണ്. കാറ്റലോഗ് നമ്മുടെ ഓഫീസ് നമ്പറിൽ കാറ്റലോഗ് ഉണ്ട്, നമ്മൾ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് കയറി നോക്കി കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാത്ത വണ്ടികൾ, അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ കേരള ഫിനാൻസ് ഉണ്ട്, പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ. എക്സ്ചേഞ്ച് ഉണ്ട്. ഏത് വണ്ടിയായിട്ടാണെങ്കിലും നമുക്ക് കാറുകളോ ഏത് വണ്ടിയായിട്ടാണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടിച്ച വണ്ടിയോ വെള്ളം കയറിയ വണ്ടിയോ നമ്മൾ അത് ചെയ്യില്ല, അത് എടുക്കൂല. വാല്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് വിലയും പറയാം. ചിലവര് നമ്മളെ വിളിച്ചിട്ട് പറയും എന്റെ ഇത്ര വണ്ടിയാണ്, എത്ര രൂപ കിട്ടുമെന്ന് പറയും. അപ്പൊ നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഇവിടെ വരുമ്പോ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പിന്നെ റേറ്റിൽ വേരിയേഷൻ വരും. സോ നമ്മളൊരു വണ്ടി റേറ്റ് പറയണമെങ്കിൽ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവരണം. നമ്മൾ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും അവരുടെ റേറ്റും പറയുന്നത്. വണ്ടി നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കാൻ ശ്രമിക്കുക. അതെ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഷോറൂമിലെ ടൈം എത്ര മണി വല്ല? നമ്മൾ 9:30 to 7:30. 7:30 രണ്ട് ഷോറൂം. ഓക്കെ, അപ്പൊ അതിനുള്ളിൽ വിളിക്കണോ അത് കഴിഞ്ഞ് വിളിച്ചാൽ എടുക്കുമോ? നമ്മള് ഇപ്പൊ 24 hours നമ്മള് അവൈലബിൾ ആയിരിക്കും. പുറത്തുള്ള ആൾക്കാർ രാത്രി വിളിക്കും. അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആരാണെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ ആണെങ്കിൽ നമുക്ക് വിളിച്ചാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. പിന്നെ കൂടുതൽ അങ്ങോട്ട് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴും നമ്മൾ ഉറക്കത്തിലായിരിക്കും. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുക, നമ്മൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അതാ കോള് കണ്ടില്ലെങ്കിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലോ നമ്മൾ തിരിച്ചു വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ മറക്കണ്ട. അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എറണാകുളം ജില്ലയിലാണ്. ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ പോകുന്ന റൂട്ടിൽ ചാലക്കലാണ്. മറ്റു ഷോറൂം വരുന്നതും എറണാകുളം ജില്ലയിൽ തന്നെയാണ്, കങ്ങരപ്പടി കളമശ്ശേരിക്കടുത്ത്. അപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസും വിളിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. രഞ്ജു ബ്രോ, ഓക്കെ, ഇനിയും ഷോറൂമുകൾ തുടങ്ങാൻ പറ്റട്ടെ. ഷോറൂം സക്സസ്ഫുള്ളി മുന്നോട്ട് പോട്ടെ, വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആവട്ടെ, നല്ല ഞങ്ങൾക്ക് പണിയുണ്ടാവും. അപ്പോൾ പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. ഓക്കെ.